ശ്രീ ജോർജ് ജോസഫ്, ഇവിടെ ഈ മെയിൽ പരാതിയിൽ 3 ദിവസത്തിനകം പരാതിക്കാരി നേരിട്ട് ഹാജരായി ഒപ്പിടണം എന്ന വ്യവസ്ഥ പാലിച്ചിട്ടില്ല. അതുകൊണ്ട് അറസ്റ്റ് നിയമവിരുദ്ധമാണ് എന്നങ്ങ് ബ്ലൈൻഡായി വാദിക്കാൻ പറ്റുമോ? ഇനി ആ വാദത്തിൽ എന്തെങ്കിലും കഴമ്പുണ്ടെന്ന് തന്നെ വെക്ക്. ഉയരുന്ന ഗുരുതരമായ ആരോപണത്തിന് മാരക സ്വഭാവം ഇല്ലാതാക്കുന്നതാണോ എന്തെങ്കിലും ഒരു സാങ്കേതിക തകരാറ്? ശ്രീ ജോർജ് ജോസഫ്, ഈ കേസ് നിലനിൽക്കുന്ന കേസല്ല. കാരണം 2024 ഏപ്രിലാണ് ഈ സംഭവം തിരുവല്ലയിൽ നടന്നെന്ന് പറയുന്നത്. 2024 ഏപ്രിൽ ആയപ്പം പുതിയ നിയമങ്ങൾ വന്നു കഴിഞ്ഞു. 2023 BNSഉം അതുപോലെ BNSSഉം ഒക്കെ വന്നു കഴിഞ്ഞു. അപ്പോൾ ആ നിയമം അനുസരിച്ചേ കേസെടുക്കാൻ പറ്റുള്ളൂ. അത് സാധാരണ IPC കേസെടുക്കുന്നത് ആ പുതിയ നിയമം 2020 വരുന്നതിന് മുമ്പുള്ള ദിവസം വെച്ച് ആ ദിവസം ആണെങ്കിൽ IPC കേസെടുക്കാം. ഇപ്പം പോലീസിന് അവിടെ തെറ്റുപറ്റിപ്പോയി. IPC ഒഫൻസസ് ആണ് വെച്ചിരിക്കുന്നത്. അപ്പം 173(2) BNS പ്രകാരം ഒരാൾക്ക് വേണമെങ്കിൽ മൊഴി നേരിട്ട് കൊടുക്കാം പോലീസ് SHO മുമ്പാകെ. വിദേശത്തുള്ള ആൾക്ക് ഇലക്ട്രോണിക്കൽ മീഡിയയിൽ ഉപയോഗിച്ചിട്ട് അവർക്ക് കംപ്ലയിൻറ്റ് കൊടുക്കാം. അങ്ങനെ ഇലക്ട്രോണിക് മീഡിയയിൽ ആരെങ്കിലും കംപ്ലയിൻറ്റ് കൊടുത്തിട്ടുണ്ടെങ്കിൽ ആ ആൾ കംപ്ലയിനൻ്റ് 3 ദിവസത്തിനകം SHO മുമ്പാകെ വന്ന് മൊഴി രേഖപ്പെടുത്തണമെന്നാണ് പുതിയ നിയമത്തിൽ പറയുന്നത്. അപ്പോൾ അത് ഇവിടെ നടന്നിട്ടില്ല. മൂന്നാം ദിവസത്തിനകം അത് മൊഴിയാണോ രഹസ്യമൊഴി രേഖപ്പെടുത്തിയതിനു ശേഷം 3 ദിവസം? രഹസ്യമൊഴി അങ്ങനെയൊന്നുമില്ല. മൊഴി ഇല്ല, രഹസ്യമൊഴി എന്നൊരു സംഭവം ഇല്ല. എല്ലാ മൊഴിയേ ഉള്ളൂ. എന്തിനാ രഹസ്യം? അങ്ങനെ രഹസ്യമൊഴി ഈ നടപടിക്രമം വീഡിയോ കോൺഫറൻസിലൂടെ 164 രേഖപ്പെടുത്താൻ പോകാനുള്ള പോലീസ് അതിൽ കൂടുതൽ അനുവാദം തേടാനും പോകുന്നു. ഇല്ല, ഇല്ല. 164 ഒക്കെ IPCക്കകത്തല്ലേ കിടക്കുന്നത്. അതവിടെ കിടക്കട്ടെ. നമുക്ക് ഇപ്പോഴത്തെ BNS അനുസരിച്ച് ഒരു മൊഴി ഒരാൾ കൊടുത്ത് ഒരു കേസ് എടുക്കാം. അത് ഇലക്ട്രോണിക് മീഡിയ ഉപയോഗിച്ചിട്ട് മൊഴി കൊടുക്കാം. അത് ഇലക്ട്രോണിക് മീഡിയ വന്നു കഴിഞ്ഞാൽ ആ ആൾ 3 ദിവസത്തിനകം, അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ നിയമം, 3 ദിവസത്തിനകം ആ മൊഴി ഓറലായിട്ട് കൊടുത്ത് ഒപ്പിട്ട് വാങ്ങിക്കണം. അങ്ങനെ ഒപ്പിട്ട് SHO വാങ്ങുമ്പം അത് വീഡിയോഗ്രാഫി ചെയ്യണമെന്നുണ്ട്. അങ്ങനെ വാങ്ങുന്ന മൊഴി ഒരു ലേഡി ഓഫീസറായിരിക്കണമെന്നും പറയും. ഇത് പുതിയ നിയമം അനുസരിച്ച് BNSSൻ്റെ കാര്യത്തിൽ കിടക്കുന്ന കാര്യമാണ് ഞാനീ പറയുന്നത്. അപ്പോൾ അങ്ങനെ അതൊന്നും ഇല്ലാതെ ആ സ്ത്രീ ഇപ്പോൾ എവിടെയാണെന്ന് പോലും അറിയത്തില്ല. ഇലക്ട്രോണിക് മീഡിയം വെച്ച് കേസെടുത്തിട്ട് എത്ര ദിവസമായി? അപ്പോൾ അത് ഇൻവാലിഡായി ആ FIR, അത് വാലിഡിറ്റി ഇല്ല ആ FIRനാണ് ഞാൻ പറയുന്നത്. അങ്ങനെ കുറ്റം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം വേറെ ആവശ്യം. അതുതന്നെയല്ല, ഇതിനകത്ത് നമ്മളൊരു കാര്യം ചെയ്യണം. ഇതിനകത്ത് ഒരു മെഡിക്കൽ എക്സാമിനേഷൻ ഇമ്മീഡിയറ്റ്, അതാണ് ഇങ്ങനെ റേപ്പ് കേസും മറ്റൊരുന്നുണ്ടെങ്കിൽ 3-ാം ദിവസം അവർ ഒപ്പിട്ട് കൊടുക്കുമ്പോൾ മെഡിക്കൽ എക്സാമിനേഷൻ അന്നേരം തന്നെ നടത്തണ്ടേ? അപ്പോൾ അതിന് സൗകര്യമില്ല. ഇത് എത്ര 2024 ഒരു സംഭവം വെച്ചിട്ടാണ് ഇപ്പം മെഡിക്കൽ എക്സാമിനേഷൻ നടത്തിയ അതിന് എവിഡൻസ് കിട്ടുമോ? അതായത് സപ്പോസ് ഒരു കൊടും റേപ്പ്, ആ റേപ്പിൽപ്പെട്ട് ഒരു പെൺകുട്ടി കോമയിലായി പോയി, കേസെടുക്കണ്ടേ? മൊഴിയില്ല, ഈ പറയുന്ന ഒന്നുമില്ല, കേസെടുക്കാൻ വകുപ്പില്ലേ? കേസെടുക്കാമല്ലോ, സോമോട്ടായിട്ട് എടുക്കാമല്ലോ. അതിന് ആരെങ്കിലും മൊഴി തരണമല്ലോ, ആരെങ്കിലും മൊഴി തരുമല്ലോ. ആ കുട്ടിക്ക് ഇങ്ങനെയാണ് സംസാരിക്കാൻ മേലെന്ന് പറഞ്ഞാൽ മതിയല്ലോ. അത് കോടതി പരിഗണിക്കണമല്ലോ. പക്ഷേ നിയമപുസ്തകത്തിൽ പറയുന്നത് 3-ാം ദിവസം മൊഴി കൊടുത്തേ വെക്കുള്ളൂ. അവർക്ക് ശകലമെങ്കിലും ജീവനുണ്ടെങ്കിൽ മൊഴി പറയും. ഞങ്ങളൊക്കെ അങ്ങനെയാണ് സാധാരണ. ആ പോലീസിൻ്റെ ഓഫീസർ അവിടെ ചെന്ന് കഴിഞ്ഞാൽ അവിടുത്തെ ഡോക്ടറുടെ സഹായത്തോടു കൂടി അല്പമെങ്കിലും പറഞ്ഞു കഴിയും. കാരണം മരണമൊഴിയാണത്, ഡൈയിങ് ഡിക്ലറേഷനാണ്. അപ്പോൾ ആ രീതിയിലുള്ള മൊഴിയെടുപ്പ് ഇവിടെ നടന്നിട്ടില്ല. അവരിപ്പോഴും വിദേശത്തുണ്ട്. ഇപ്പം വേറൊരു ഫെന്നി നൈനാൻ ഒരു വാർത്ത പറയണത് ഞാൻ കേട്ടിട്ട് അതിശയിച്ചു പോയി. ആ പെൺകുട്ടി ഫെന്നി നൈനാനെ വിളിച്ചിരിക്കുന്നു, ഒന്നുകൂടെ ഇയാളെ ഒന്ന് കാണണം, 4 മണിക്കൂർ അവർക്ക് ഒന്നിച്ച് സംസാരിക്കണം, അത് അദ്ദേഹത്തിൻ്റെ MLA കാറിൽ പാടില്ല, ലോഡ്ജിൽ വെച്ച് പാടില്ല എന്നൊക്കെ പറഞ്ഞുള്ള അതാണ് അദ്ദേഹത്തിന് കിട്ടിയെന്നാണ് പറയുന്നത്. അപ്പം ഈ മൊഴിയെടുത്ത പോലീസ് ഉദ്യോഗസ്ഥൻ അതിന് റെസ്പോൺസിബിളാണ്. അല്ല, ഈ ഇലക്ട്രോണിക് മീഡിയം വെച്ച് FIR എടുത്ത SHO അതിന് ഉത്തരം പറയണം. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.